പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ഈ ദിനം ഈശോയോടൊപ്പം ആയിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോടൊക്കെ ആഹ്വാനം ചെയ്യുന്നൊരു കാര്യം എന്താണെന്നറിയോ? ഈശോ അനുഭവം ഉണ്ടാകട്ടെ. ഈശോയോടൊപ്പം ആയിരുന്ന, ഈശോയെ രുചിച്ചറിഞ്ഞ ഓർമ്മകൾ മെനഞ്ഞെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ശൗലിൻ്റെ മാനസാന്തരം നമ്മൾ കാണും. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 3-4 ഇടങ്ങളിൽ ഈ പൗലോസ് അപ്പോസ്തലൻ അല്ലെങ്കിൽ ശൗൽ ഈ മാനസാന്തര കഥ ഇങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണെന്നറിയാം? അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ വരുന്നൊരു ബോധ്യമായത്, അതായത് ഈശോയിൽ നിന്നുണ്ടായ ഒരു അനുഭവം പങ്കുവയ്ക്കലായത്. അങ്ങനെ ഒരു ഈശോ അനുഭവം നിങ്ങൾക്കുണ്ടോ? ചിലയിടങ്ങളിൽ ധ്യാനിപ്പിക്കാനൊക്കെ പോകുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾ ഈശോയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അനുഭവം കിട്ടിയിട്ടുണ്ടോ? ഈശോയോടൊപ്പം ഇങ്ങനെ കൊതിയോടിരുന്ന് പ്രാർത്ഥിച്ച അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? ഈശോയിൽ നിന്ന് അത്ഭുതങ്ങളോ അടയാളങ്ങളോ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ രോഗസൗഖ്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഈശോ നീ കുടുങ്ങിയ അവസ്ഥകളിൽ നിന്നെ രക്ഷിച്ചിട്ടുണ്ടോ? അതായത് ഒരു ഈശോ അനുഭവം എവിടെയെങ്കിലും നിനക്കുണ്ടായിട്ടുണ്ടോ? നിനക്ക് ഈശോയിൽ നിന്നൊരു മാനസാന്തരത്തിൻ്റെ അനുഭവം നിനക്ക് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ഈശോ അനുഭവം എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. ചില ആളുകൾ പറയില്ല, ഒരു ഗോഡ് എക്സ്പീരിയൻസ് എനിക്കുണ്ടായിട്ടില്ല. ചില ആളുകൾ പറയും, അച്ഛാ ഈശോ ഉള്ളതുകൊണ്ടാണ് ഞാൻ ജീവിക്കണേ, ഈശോ ഇല്ലായിരുന്നെങ്കിൽ ജീവിക്കത്തില്ല. ഓർമ്മകളുള്ള ആളുകൾ. അച്ഛൻ നിങ്ങളോട് ഒന്ന് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആ ഗോഡ് എക്സ്പീരിയൻസ് ഉണ്ടോ? ഈശോയുടെ കൂടെ ഇങ്ങനെ മണിക്കൂറുകളിരുന്ന് പ്രാർത്ഥിച്ച് ഈശോ ഇങ്ങനെ തേൻ പോലൊക്കെ തോന്നിയ അവസ്ഥകളുണ്ടോ? ജീവിതത്തിൻ്റെ സഹനങ്ങളുടെ സമയത്ത് ഈശോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ബോധ്യം കിട്ടിയ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഈ ഭൂമി മുഴുവനും പറഞ്ഞു നീ രക്ഷപ്പെടത്തില്ല, നിനക്ക് കരകയറി വരാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ജീവിതാനുഭവങ്ങളിൽ കർത്താവ് കൈപിടിച്ചുയർത്തിയ അനുഭവങ്ങളൊക്കെ നിനക്കുണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നന്ന്. ഇല്ലെങ്കിൽ ആ ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഈശോയുടെ ചാരയണയണം. ഈശോയുടെ മുന്നിൽ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ഓർമ്മകൾ മെനഞ്ഞെടുക്കാനായിട്ട് പരിശ്രമിക്കണം. ലൂക്കാ 15:17 അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാൻ ഇവിടെ വിശന്നു മരിക്കുന്നു. ധൂർത്തപുത്രനെ പിതാവിൻ്റെ ഭവനത്തിലായിരുന്ന ഓർമ്മ പങ്കുവയ്ക്കുക, ആ അനുഭവം പങ്കുവയ്ക്കുക. അതുപോലെ ശൗൽ ഓർമ്മ പങ്കുവച്ചതുപോലെ, ഈ ധൂർത്തപുത്രൻ ഓർമ്മ പങ്കുവച്ചതുപോലെ നിനക്കും ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ടാകട്ടെ. ഈശോയുടെ പ്രണയത്തിൽ വരൂ, ഈശോയുടെ സ്നേഹം നുകരൂ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.